അഞ്ചൽ ടൗൺ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പ്രസിഡന്റായി എം നിർമ്മലൻ, സെക്രട്ടറിയായി എസ് ഷിബു, ട്രഷററായി എസ് തമ്പി ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളാണ് ഇന്നലെ വൈകിട്ട് റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അധികാരമേറ്റത്. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ AG രാജേന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. പുനലൂർ രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. സമയത്ത് നമ്മളിവിടെ ഒരു ഡയാലിസിസ് മെഷീൻ 5 ഡയാലിസിസ് മെഷീൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കുകയുണ്ടായി. അത് 5000 ഫ്രീ ഡയാലിസിസ് കിട്ടുക എന്നുള്ളതാണ് കോൺട്രാക്ട്. ആ സമയത്ത് എൻ്റെ സമയം മുതൽ അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ വർഷം വരെ കഴിഞ്ഞ തീരുന്ന സമയം വരെ അത് നോക്കി നടത്തിയിരുന്നത് പേഷ്യൻസിനെ അലോട്ട് ചെയ്യുന്നതെല്ലാം ജയറാമായിരുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല ശക്തമായിട്ട് ഒരു നമ്മുടെ ലയൺസത്തിൻ്റെ ഒരു ശക്തിയായിട്ട് നിൽക്കുന്ന ജയറാമിന് എനിക്ക് ആരോഗ്യ പ്രശ്നമുണ്ടായി. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അദ്ദേഹം ചെയ്ത നന്മയുടെ ഗുണമായിരിക്കും, 1000 നാവുകളുടെ പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ അദ്ദേഹം വീണ്ടും നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്നിവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹം ഇൻസ്റ്റോൾ ചെയ്ത അന്ന് പ്രിസൈഡ് ചെയ്തപ്പോൾ തന്നെ ഇന്നും അദ്ദേഹത്തിന് പ്രിസൈഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അഭിമാനത്തോടുകൂടി എല്ലാവരെയും കണ്ട് സന്തോഷം പറഞ്ഞു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിന് എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു. ദേവീശ്വരനോട് നമുക്കെന്നും കടപ്പാടുണ്ട്. അദ്ദേഹം പുതിയ ഭരണസമിതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രോഗികൾക്കുള്ള സഹായം, സൗജന്യ ഭക്ഷണ വിതരണം തുടങ്ങിയവയ്ക്കായി 40,000 രൂപയുടെ പദ്ധതി അഞ്ചൽ ടൗൺസ് ലയൺസ് ക്ലബ്ബ് പ്രഖ്യാപിച്ചു. കാരണം അന്ന് അനേക ദിവസം വേണമെന്നോട് പറഞ്ഞ് ഇനി മേലിൽ പ്രസിഡന്റ് ആകരുത് എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണവും സത്യമുള്ളതാണ്. ഒരാൾക്ക് തന്നെ നിരവധി പ്രാവശ്യം പ്രസിഡന്റ് ആവുക എന്നത് ആ ക്ലബിന്റെ ആരോഗ്യകരമായ ഒരു അവസ്ഥയെ അല്ല കാണിക്കണം. അത് ഉദാഹരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് തിരുവനന്തപുരത്ത് ഒരു ക്ലബാണ്. ഞാൻ ഓർക്കുന്നില്ല, കഴിഞ്ഞ 32 വർഷമായിട്ടും ഒരാൾക്ക് പോലും രണ്ടാമത് പ്രസിഡന്റാകാത്ത ഒരു ക്ലബാണ്. അത് ആ ക്ലബിന്റെ ആരോഗ്യതയാണ്. അങ്ങനെ മാറുകയാണ്. ഒരാൾക്ക് പല പ്രാവശ്യം പ്രസിഡന്റായ വീക്ഷണത്തിൽ വ്യത്യാസമുണ്ട്. പുതിയ ആശയങ്ങൾ കൊണ്ടുവരണമെങ്കിൽ യുവാക്കൾ തന്നെ മുന്നോട്ട് വരണം. ഞങ്ങളെ പോലുള്ള തത്വങ്ങളെ അടുക്കുന്നവർക്ക് കഴിയുന്ന കാര്യങ്ങളാണില്ല ആ കൊണ്ടുവരാൻ കഴിയും. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്, ഞാൻ ഇനി ഒരിക്കലും ഈ പ്രശ്നങ്ങളോട് ഏറ്റെടുത്തില്ല. നമ്മുടെ ക്ലബിൽ ധാരാളം യുവാക്കളുണ്ട്. അവർ തന്നെ മുന്നോട്ട് പോകും. അവരുടെ ആശയങ്ങൾ അവരുടെ നടപ്പിലാക്കുവാൻ കഴിയും. നമുക്ക് അവരുടെ ഓടിയെത്തുവാൻ നമ്മുടെ മനസ്സ് പ്രാപ്തമാണെന്ന് നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ക്ലബിൽ ധാരാളം ഇനിഷ്യേറ്റീവ് ഉണ്ട്. അവർ തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയോടും 2 വാർത്തകൾ. പുതിയതായി അംഗത്വം ഏറ്റെടുത്ത അബ്ദുൽ വഹാബിന്റെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. ഡയബറ്റിക്സ് പ്രിൻസിപ്പൽ സെക്രട്ടറി RV ബിജു ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്റ്റിന്റെ വിവിധ പദ്ധതികൾ വിശദീകരിച്ചു. ക്യാബിനറ്റ് സെക്രട്ടറി LR ജയരാജ് ആശംസകൾ നേർന്നു. വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും പ്രതിനിധികളും പങ്കെടുത്തു. മുൻ പ്രസിഡന്റ് KS ജയറാം, സെക്രട്ടറി സജീവ് ജോർജ്, ട്രഷറർ G രാജേന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു.
കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്.